നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റൈറ്റ് നൗ ലോകത്തെ ഏറ്റവും മികച്ച താരം ലാമിൻ യമാലാണ്. പറയുന്നത് ഗാവിയാണ്. ഇന്നലെ FC ബാഴ്സലോണയും റിയൽ ബെറ്റീസും തമ്മിൽ കോപ്പ ഡെൽ റേയുടെ റൗണ്ട് ഓഫ് 16 മത്സരമുണ്ടായിരുന്നു. ആ മത്സരത്തിലും മികച്ച പ്രകടനമാണ് ലാമിൻ യമാൽ നടത്തിയത്. വമ്പൻ വിജയം FC ബാഴ്സലോണ സ്വന്തമാക്കുകയും ചെയ്തു. ഈ കളിക്ക് ശേഷമാണ് ഗാവി തൻ്റെ സഹതാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പം യമാലാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് പറയുമ്പോഴും മെസ്സി എന്ന് പറയുന്ന താരം അവിടെ ഉണ്ടല്ലോ. മെസ്സിയുമായിട്ട് യമാലിനെ കമ്പയർ ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു താരത്തെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല. മെസ്സി വേറെ ലെവലാണ് എന്നുള്ളത് കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. ഇനി അതുകൂടി കേൾക്കണം. എന്തായാലും അദ്ദേഹം പറഞ്ഞ മുഴുവൻ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ലാമിനെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് നോൺ സെൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇനി മറ്റൊരു മെസ്സി ഉണ്ടാവില്ല. ദെയർ വിൽ നെവർ ബി അനദർ പ്ലെയർ ലൈക്ക് മെസ്സി. ലാമിൻ യമാൽ ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദി വേൾഡ് റൈറ്റ് നൗ. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് ലാമിൻ തന്നെയാണ്. ഇനി മറ്റൊരു മെസ്സി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് മെസ്സിയുടെ കാര്യത്തിൽ മാത്രമല്ല. ഇനി മറ്റൊരു ചാവിയും ഇനിയസ്റ്റയും ബുസ്കറ്റ്സും ഒന്നും ഉണ്ടാവില്ല. ദെയർ വിൽ നെവർ ബി അനദർ മെസ്സി ലൈക്ക് ദെയർ വിൽ നെവർ ബി അനദർ ചാവി, ഇനിയസ്റ്റ ഓർ ബുസ്കറ്റ്സ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്തായാലും ബാഴ്സയുടെ ലെജൻഡുമാരോടൊക്കെയുള്ള ബഹുമാനം അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഗാവി പറയുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച താരം അത് ലാമിൻ യമാലാണെന്ന്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.